നമ്മുടെ എല്ലാം സ്വപ്ന നഗരമായ ലണ്ടനിലെ തേംസ് നദിക്ക് കുറുകെയുള്ള കേബിൾ കാർ സർവീസസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFS ക്ലൗഡ് കേബിൾ കാർസ് അല്ലെങ്കിൽ O2 കേബിൾ കാർസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. സോ ഇത് ഏറെക്കുറെ നോർത്ത് ഗ്രീനിച്ച് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. നോർത്ത് ഗ്രീനിച്ച് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ കേബിൾ കാർ പിടിച്ചത്. അപ്പോൾ ഈ കേബിൾ കാറിലേക്ക് കയറാനായിട്ട് വേറെ പ്രത്യേകിച്ച് ബുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ പോയത് ന്യൂ ഇയർ ഡേ ആണ്, എന്നിട്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഈസി ആയിട്ട് കയറാൻ പറ്റും. നമുക്ക് ജസ്റ്റ് കാർഡ് അല്ലെങ്കിൽ NFC വർക്ക് ചെയ്യുന്നൊരു ഫോൺ മാത്രം മതി. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കയറാൻ സമയത്ത് ഇത് ടാപ്പിൻ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് അതിലേക്ക് എൻട്രി ഉള്ളൂ. അതായത് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിലേക്കൊക്കെ കയറുന്നതിന് എക്സാക്ട്ലി സെയിം പോലെ തന്നെ ജസ്റ്റ് ഈ കാർഡ് ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ NFC ടാപ്പ് ചെയ്ത് കയറാം. വലിയ തിരക്കൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ നമ്മുടെ ഇത് കാറ് വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് കയറാം. 8 പേർക്കാണ്, ഞങ്ങൾ 8 പേരാണ് ഇതിൽ കയറിയത്. 8 പേർക്ക് ഈസി ആയിട്ട് ഇതിലിരിക്കുക. അപ്പോൾ നമ്മൾ സ്മോൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകണമെങ്കിൽ 8 പേർക്ക് കൂടിയിട്ട് ഒരു എണ്ണം മതി. സോ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവറ്റ് സ്പേസും കിട്ടുന്നതാണ്. ഏറെക്കുറെ പെട്ടെന്ന് ചാടി കയറണം എന്നേ ഉള്ളൂ. കാരണം ഇതിങ്ങനെ റണ്ണിങ്ങിലാണ്, അധികം നേരമൊന്നും ഇവിടെ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി കയറണം. സിമ്പിളായിട്ട് കയറിയിരുന്നു. സ്ലോവിലാണ്, അത്യാവശ്യം നല്ല സ്ലോവിലാണ് പോകുന്നത്. ഇവർ ഏറെക്കുറെ പറയുന്നത് 10 മിനിറ്റ്സ് ഒരു ജേർണി എടുക്കുന്നതാണ് പറയുന്നത്. 2 സൈഡാണെന്ന് തോന്നുന്നു. 1 സൈഡ് ഏറെക്കുറെ ഞങ്ങൾക്ക് 5 മിനിറ്റ്സ് മേലേക്ക് തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 1 സൈഡ് മാത്രമാണ് വന്നത്. 2 സൈഡിന് 12 പൗണ്ട് കോസ്റ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ 1 സൈഡ് മാത്രമാണ് വന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ഒരു ട്രെയിൻ പിടിച്ച് പോവുകയാണ് ചെയ്തത്. അത് DLR എന്ന് പറഞ്ഞൊരു ട്രെയിൻ സർവീസാണ്. അപ്പോൾ അതിലൊരു ഇന്ത്യൻ സ്റ്റേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതും കൂടി കാണാം എന്നുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ആക്ച്വലി നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ 1 സൈഡ് വന്നാലും മതിയല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. നൈസ് വ്യൂ ആയിരുന്നു. ഇവിടെ ഒരു എയർപോർട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴെ ട്രെയിൻ പോകുന്നത് കാണാം. നമുക്ക് കടൽ യാച്ചൊക്കെ കാണാമായിരുന്നു അവിടെ. അപ്പോൾ ദാറ്റ്സ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സോ ലണ്ടനിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കേബിൾ കാർ സർവീസ് എന്ന് പറഞ്ഞാൽ. വണ്ടർഫുൾ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഈ ജസ്റ്റ് ഈ കേബിൾ കാർ സർവീസ് അല്ലാതെ ഇവർക്ക് ലണ്ടൻ പെനിൻസുല ടൂർ എന്നൊക്കെ പറഞ്ഞൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേബിൾ കാർ സർവീസ് അതുകൂടാതെ ലഞ്ച്, ബ്രൂവറി, ബിയർ സർവീസ് എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ഗ്രൂപ്പിന് വരുന്ന ഒരു ഗ്യാതറിങ്ങിനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പാണ്. അത് 196 പൗണ്ട്സ് ആണ് വരുന്നത്. അതൊരു 5 to 6 hours ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമായിട്ട് ഇവർ ഷെഡ്യൂൾ ചെയ്ത് വരും. അതുപോലെ തന്നെ ഈ തേംസ് നദിയിൽ കൂടെയുള്ള ഈ ഊബർ ബോട്ട് സർവീസ്, അതിൻ്റെ കൂടെ തന്നെ ഈ കേബിൾ കാർ സർവീസൊക്കെ കമ്പൈൻ ചെയ്ത് എടുക്കുക. ഇപ്പോൾ ലണ്ടനിലെ ഏതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയാലും നമുക്കിതുപോലെ കമ്പൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ലണ്ടനായി, അതുപോലെ തന്നെ ടവർ ബ്രിഡ്ജ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ കമ്പൈൻ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഈ ട്രിപ്പും കമ്പൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ടിക്കറ്റ്സൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ റേറ്റിന് കിട്ടുകയും ചെയ്യും.